ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബിറ്റ്കോയിൻ ETF വരുമെന്നും അത് വന്നാൽ ദർ വിൽ ബി എ ഡിമാൻഡ് ഫോർ ബിറ്റ്കോയിൻ എന്നും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യുമെന്നൊക്കെയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഏകദേശം അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ദാറ്റ്സ് പാസ്റ്റ്. നമുക്കറിയേണ്ടത് ഇനി എന്ത് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഇനി വരുന്ന ബിറ്റ്കോയിൻ ബുൾറൺ ഒരു മെഗാ ബുൾറൺ ആണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ബുൾറൺ മെഗാ ബുൾറൺ ആയിരിക്കും എന്ന് പറയുന്നത് എന്ന് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. പൊതുവേ പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ ക്രിപ്റ്റോ സൈക്കിൾ ഈസ് ഡിഫറെൻറ്റ്. യെസ്, അത് ഡിഫറെൻ്റ് ആണ്. ഏതർത്ഥത്തിലാണ്? സാധാരണഗതിയിൽ ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞ് ഒരു പ്രൈസ് ഡിപ്പ് വന്ന ശേഷം ഒരു 3 to 4 months കഴിഞ്ഞിട്ടാണ് ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത്. അപ്പോഴാണ് സാധാരണ ഹൈപ്പ് ഉണ്ടാവുന്നതും സാധാരണക്കാരനായ ജനങ്ങളിലേക്ക് ഈ ഒരു ന്യൂസ് എത്തുന്നതും കൂടുതൽ വരുന്നതും ആ ഒരു 20x 30x ക്യൂബ് ഗെയിൻ ഓൾസിലേക്ക് വരുന്നതൊക്കെ. എന്നാൽ ഇപ്രാവശ്യത്തെ സൈക്കിളിൽ ബിറ്റ്കോയിൻ ഹാവിങ്ങിന് മുമ്പ് തന്നെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്കായി. അതായത് അറൗണ്ട് ഒരു 1 month ബാക്ക് തന്നെ ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈ ബ്രേക്കായി. അതുകൊണ്ട് ഈ സൈക്കിൾ വ്യത്യസ്തമാണ്. ഡെഫിനറ്റ്ലി അതിനുള്ള കാരണം സ്പോട്ട് ETF തന്നെയാണ്. എന്താണ് സ്പോട്ട് ETF എന്നും എന്തുകൊണ്ട് അതിനൊരു ഡിമാൻഡ് ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എങ്കിലും ബിറ്റ്കോയിൻ ETF ശേഷം റിയലി സംഭവിച്ചത് എന്താണ്? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിറ്റ്കോയിൻ സ്പോട്ട് ETF മേടിക്കാൻ തുടങ്ങി. സോ ഹ്യൂജ് ഡിമാൻഡ് ഓഫ് ബിറ്റ്കോയിൻ വന്നു. അതായത് ഒരു ദിവസം 1000 ബിറ്റ്കോയിൻ മൈൻ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ദ ഡിമാൻഡ് വന്നത് 10,000 BTC ആണ്. അത് മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിൽ നിന്നുള്ള ഡിമാൻഡാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എക്സ്റ്റേണൽ മണി ഒരുപാടായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വന്നു. സോ അവർ മേടിക്കുന്നത് ബിറ്റ്കോയിനും എത്തീരിയവും മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് കൂടി. ഓൾട്ടിൽ നമ്മൾ ഒരുപാട് ഓൾട്ടുകൾ ഡിസ്കസ് ചെയ്തു, പക്ഷേ അതൊന്നും അധികം മൂവ് ചെയ്തില്ല. മാക്സിമം 2x 3x. ഒരു ജനറൽ ഓൾട്ട് സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ 2x 3x ഒന്നുമല്ല. എന്തുകൊണ്ടാണ് അത് മൂവ് ചെയ്യാതിരുന്നത്? നമ്പർ 1, പ്രൈമർലി എക്സ്റ്റേണൽ മണി ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ്. അവർ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ എത്തീരിയം അങ്ങനത്തെ ടോക്കൺസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അവർ മേടിച്ച് ഷോർട്ട് ടേമിന് അത് വിൽക്കില്ല. സോ ദേ ആർ പ്ലാനിങ് ഇറ്റ് ഫോർ ലോങ് ടേം 5 year 10 year എന്നുള്ള നിലയ്ക്കാണ് അത് മേടിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ മണി ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വന്ന് ക്രിപ്റ്റോയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് കൂടിയെങ്കിലും അത് ഓൾട്ട് കോയിൻസിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ പെട്ടെന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് വളരെ ഉയരത്തിലെത്തുകയും BTC ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഹെവി ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു പ്രോഫിറ്റ് കൊടുക്കുകയും ചെയ്തത്. എന്നാൽ ഓൾ സീസൺ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ സ്റ്റാർട്ടിങ് മേ ബി ഒരു 5% 10% ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബുൾറൺ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലായി. 2 കാരണങ്ങൾ. ഒന്ന്, ബിറ്റ്കോയിൻ ഹാവിങ്ങിന് മുമ്പ് തന്നെ ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്കായി. അതിന് കാരണം എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും അവർ മണി റൊട്ടേറ്റ് ചെയ്യാതെ ബിറ്റ്കോയിൻ ലോങ് ടൈമിലേക്ക് വേണ്ടി എടുത്തു വെക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയെങ്കിലും ഓൾ സീസൺ ആക്ച്വലി തുടങ്ങിയിട്ടില്ല. ഇനി അടുത്തത് എന്താണ് അടുത്ത ഒരു ബിഗ് ഇവൻറ്റ് BTCയിൽ എന്നുള്ളത്? അഗെയിൻ ഇതും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ബിഗ് ഇവൻറ്റ് ഇൻ BTC ഈസ് ബിറ്റ്കോയിൻ ഹാവിങ്. ബിറ്റ്കോയിൻ ഹാവിങ് എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ മൈനിങ്ങിൻ്റെ റിവാർഡ്സ് പകുതിയായി കുറയും. അതായത് ഈ വരുന്ന April 20 കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ റിവാർഡ്സ് 6.25 നിന്ന് 3.125 ആയി നേരെ ക്രാഷ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? സപ്ലൈ വീണ്ടും കുറയും. സോ നാച്ചുറലി ദ ഡിമാൻഡ് ഈസ് ഹൈ, സപ്ലൈ ഈസ് ഫർദർ റെഡ്യൂസ്ഡ്, ഒബ്വിയസ്ലി ദ പ്രൈസ് ഓഫ് ബിറ്റ്കോയിൻ വിൽ ഷൂട്ടപ്പ്. ഒരു ക്ലാരിഫിക്കേഷൻ, എപ്പോഴും നമ്മൾ ഹാവിങ് കഴിഞ്ഞാൽ ഷൂട്ടപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ കാഴ്ചക്കാരിലുണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റേഷൻ നെക്സ്റ്റ് ഡേ തൊട്ട് അത് കൂടുമെന്നാണ്. ഒരിക്കലും അത് അങ്ങനെയല്ല. മാർക്കറ്റിൽ ഇഷ്ടം പോലെ പ്രോഫിറ്റിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ ഇവൻറ്റ്സ് വെച്ച് സെൽ ഓഫ് ചെയ്യും. യൂഷ്വലി ആ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്ത് സെൽ ഓഫ് ചെയ്യും. അപ്പോൾ ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞാലും ഒരു ഡൗൺ ട്രെൻഡ് ഒരു 2 to 3 weeks ഉണ്ടാകും. അത് കഴിഞ്ഞാൽ
ആ സപ്ലൈ ഷോക്ക് എന്ന് പറയും. അതായത് 6.25 BTC ഉണ്ടായിരുന്നത് 3.125 ആയി വരുമ്പോൾ ഉള്ള റിഡക്ഷൻ ഓഫ് സപ്ലൈ, ആ ഷോക്ക് മാർക്കറ്റ് അബ്സോർബ് ചെയ്ത് കഴിയണം. ഇറ്റ് വിൽ ബി റഫ്ലി 4 weeks അറൗണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും BTCക്ക് ഡിമാൻഡ് വരും. അപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് അപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ബിഗ് ഇവൻറ്റ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ ബിറ്റ്കോയിൻ പ്രൈസ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഹാവിങ് തന്നെയാണ്. അതിൽ ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇതൊരു മെഗാ ബുൾറൺ ആയിരിക്കും എന്ന് പറയുന്നത്? കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള എക്സ്പെക്ടേഷൻസ് അല്ല എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ബിറ്റ്കോയിൻ ETF ഉള്ളത് കൊണ്ട് എക്സ്റ്റേണൽ മണി, ഹ്യൂജ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടുകളാണ് ഇറക്കുന്നത്. അതിലിറങ്ങുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്നും അവരുടെ ക്യാപിറ്റലിൻ്റെ സൈസ് എത്രയാണെന്നൊക്കെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ മണി വരുമ്പോൾ BTCയുടെ പ്രൈസ് കൂടുന്നു. BTC ഈവൻ ബിഗ് ഫേംസ് വിൽക്കുന്നില്ലെങ്കിൽ കൂടി കുറേ റീറ്റെയിലേഴ്സ് ഉണ്ട് ഈ മാർക്കറ്റിൽ ഓൾറെഡി BTC മേടിച്ചിരുന്നവർ. അവരൊരു പ്രോഫിറ്റ് എത്തുമ്പോൾ അവർ വിൽക്കും. അവർ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ദേ വിൽ ഗെറ്റ് ഹ്യൂജ് പ്രോഫിറ്റ്. ഒബ്വിയസ്ലി ആ മണി വേർ ദോർ ഷുഡ് ഇൻവെസ്റ്റ്. ക്രിപ്റ്റോയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ക്രിപ്റ്റോയിലുള്ള ഒരു ആൾക്കാർ യൂഷ്വലി ദേ ഡോണ്ട് ടേക്ക് ദ പ്രോഫിറ്റ് ആൻഡ് ഗോ ഔട്ട്സൈഡ് ആൻഡ് ഇൻവെസ്റ്റ്. നോ, അങ്ങനെ സംഭവിക്കില്ല. അവരെടുക്കുന്ന പ്രോഫിറ്റ് യൂഷ്വലി ഓൾ കോയിനിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വലുതായതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഈസ് ഗോയിങ് ടു കം ടു ഓൾ കോയിൻസ്. ഓൾ കോയിൻസിൽ വരുമ്പോൾ ആ പോയിന്റിലാണ് ആക്ച്വൽ ഓൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുക. അതായത് അറൗണ്ട് ഒരു 3 to 4 months ഫ്രം നൗ വി ക്യാൻ സീ ഫുൾ ബ്ലോൺ ഓൾ സീസൺ. ക്വസ്റ്റ്യൻ, വൈ ഇറ്റ് ഈസ് മെഗാ ബുൾറൺ? ഇത് യൂഷ്വലി ഉള്ളതിനേക്കാളും കൂടുതൽ നിൽക്കാൻ കാരണം ETF ഉള്ളതുകൊണ്ട്, അതിൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നതുകൊണ്ട് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്പോട്ട് ETF മേടിക്കുകയും സ്പോട്ട് ETFിൻ്റെ ഭാഗമായിട്ട് ബിറ്റ്കോയിൻ സപ്ലൈ മാറുകയും ചെയ്യുന്നു. സോ കൂടുതൽ മണി വരുന്നു, കൂടുതൽ റീറ്റെയിലേഴ്സ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആ മണി ഓൾ കോയിൻസിൽ ഉണ്ടാക്കുന്നു. ആസ് ദ സൈക്കിൾ കണ്ടിന്യൂസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ETF അപ്രൂവ് ചെയ്തത് ഏകദേശം January 10 2 days ബിഫോർ. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഹോങ്കോങ്ങിൽ സ്പോട്ട് ETF അപ്രൂവ് ചെയ്തു. ചൈന എത്രയോ പ്രാവശ്യം അവർ ബാൻ ചെയ്തെന്ന് നോക്കിയിട്ടുള്ള ഒരു ETF അപ്രൂവ് ചെയ്തു. സോ ഇതിങ്ങനെ വരികയാണെങ്കിൽ മോർ ആൻഡ് മോർ കൺട്രി അപ്രൂവ് ETF, മോർ ആൻഡ് മോർ ബിഗ് കമ്പനീസ് കം ടു ETF, മോർ മണി ഗെറ്റ് ഇൻ ടു ക്രിപ്റ്റോ, more money flows into altcoin from the profit and altcoin cycle will be long. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ഐ ജോയിൻ നൗ? അത് വ്യക്തമായിട്ട് ഹാർഡ് കോർ ഒരു യെസ് ഓർ നോ നമുക്ക് പറയാൻ പറ്റില്ല. എൻഡ് ഓഫ് ദ ഡേ ക്രിപ്റ്റോ ഒരു പുതിയ ഫീൽഡാണ്, ഇറ്റ്സ് എ റിസ്കി ഫീൽഡാണ്. അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചിയും താല്പര്യങ്ങളും അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ കുടുംബം പണയപ്പെടുത്തിയോ കിഡ്നി വിറ്റോ ഒന്നും നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. ബട്ട് ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി അഹെഡ്. ആദ്യം വേണ്ടത് എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് ആദ്യം ക്രിപ്റ്റോയെക്കുറിച്ചൊരു നല്ല അവയർനെസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ ആദ്യം തൊട്ടുള്ള വീഡിയോകൾ കണ്ട് ഫണ്ടമെൻ്റൽ സെറ്റ് ആക്കുക. ദെൻ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഫോളോ മീ. ഇവിടെ നമ്മൾ കിടിലം പ്രൊജക്റ്റുകളും നല്ല റിട്ടേൺസ് തരുന്ന കോയിനുകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടാതെ പ്ലീസ് ജോയിൻ അവർ ടെലിഗ്രാം. അവിടെ നമ്മൾ എയർ ഡ്രോപ്പിന് വേണ്ടി പ്രത്യേക ചാനൽസ് നടത്തുന്നുണ്ട്. അതുപോലെ 5x 10x ഉള്ള കോയിൻ കോൾസ് നടത്തുന്നുണ്ട്. സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് join our Telegram and join this channel. Get a firm understanding on crypto.